ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് LP-UP സിലബസിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലെ വേലുത്തമ്പിയും പാലിയത്തച്ഛനും ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്ക് പഴശ്ശിരാജ എന്ന് പറയുന്ന ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ ചെയ്തു. ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ്സിൽ വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ഏരിയയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങളൊക്കെ നടന്നിരുന്നു അല്ലേ. ഈ ചെറുത്തുനിൽപ്പ് സമരങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കേരളത്തിലെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ നടന്നു. ആ കൂട്ടത്തിൽ തിരുവിതാംകൂറിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതിന് നേതൃത്വം കൊടുത്ത വ്യക്തി വേലുത്തമ്പി ദളവയായിരുന്നു. കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛൻ, മലബാറിലോ പഴശ്ശിരാജ. ഈ കാര്യങ്ങൾ, ഈ പഴശ്ശിരാജയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ നടത്തിയ വേലുത്തമ്പി ദളവയെക്കുറിച്ചും അതുപോലെ കൊച്ചിയിൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ പാലിയത്തച്ഛനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടു അല്ലേ. അവരുടെ നാട്ടുരാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ ഇടപെടുകയാണ്. അതേ തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അവരുടെ പരമാധികാരം നഷ്ടപ്പെടുകയും അപ്പം അതിനെതിരെ സ്വാഭാവികമായിട്ടും ഈ നാട്ടുരാജാക്കന്മാരൊക്കെ തിരിയും അല്ലേ. ആ കൂട്ടത്തിലാണ് നമ്മുടെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും പഴശ്ശിരാജയും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ വേലുത്തമ്പി ദളവ ജനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1765 മുതൽ 1809 വരെയാണ്. 1809 വരെ, 1765 മുതൽ 1809 വരെയാണ് വേലുത്തമ്പിയുടെ ജീവിത കാലഘട്ടം. അപ്പൊ അദ്ദേഹം ജനിച്ചത് നമ്മൾ പറഞ്ഞു 1765 എന്താണ്, കൽക്കുളം വില്ലേജിലെ തലക്കുളം തറവാട്ടിലാണ്. കൽക്കുളം വില്ലേജിലെ തലക്കുളം തറവാട്. ഈ തലക്കുളം തറവാട് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വേലുത്തമ്പി ജനിച്ച തറവാടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. തലക്കുളം എന്നത് തറവാടാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തറവാടാണ്. അത് കൽക്കുളം വില്ലേജിലാണ്. ഇന്ന് ഈ പറയുന്ന കൽക്കുളം വില്ലേജ് കന്യാകുമാരിയിലാണ്. ആ കാര്യം കൂടി ഓർത്തു വയ്ക്കുക. 1765 കൽക്കുളം വില്ലേജിൽ തലക്കുളം തറവാട്ടിലാണ് വേലുത്തമ്പി ദളവ ജനിക്കുന്നത്. ജനകീയ പ്രക്ഷോഭത്തിലൂടെ തിരുവിതാംകൂറിന്റെ ദളവ പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് നമ്മുടെ വേലുത്തമ്പി. ഓക്കെ, 1802 ഇദ്ദേഹം ദളവ പദവിയിലേക്ക് വരുന്നത്. 1802 ദളവ പദവിയിലേക്ക് വരികയാണ്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ ദളവ പദവിയിലേക്ക് എത്തുന്നത്. അങ്ങനെ 1892 മുതൽ 1809 അദ്ദേഹത്തിന്റെ മരണ ആ ഒരു സമയം വരെയും ഇദ്ദേഹം തന്നെയായിരുന്നു ദളവ പദവിയിൽ തുടർന്നിരുന്നത്. അവിട്ടം തിരുനാളായിരുന്നു ആ സമയത്തെ രാജാവ്. ഏറ്റവും ദുർബലനായിട്ടുള്ള തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നുള്ളതാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇനി ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയായിരുന്നു വേലുത്തമ്പി ദളവയുടെ കോൺട്രിബ്യൂഷൻസ്? ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താ? വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയതിൽ വലിയൊരു പങ്ക് ആർക്കുണ്ട്? നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് ഉണ്ട്. പാതിരാമണൽ ദ്വീപിനെ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി. അവിടെ നെല്ലും തെങ്ങും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ദളവയായിരുന്നു വേലുത്തമ്പി. ഓക്കെ,
പിന്നെ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. കൊല്ലത്ത് ഹജൂർ കച്ചേരി എന്നാൽ സെക്രട്ടേറിയറ്റ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. ആര്? വേലുത്തമ്പി ദളവ. എവിടെയാണ് സ്ഥാപിച്ചത്? കൊല്ലത്താണ് വേലുത്തമ്പി ദളവ ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നത്. പിന്നീട് ശുചീന്ദ്രം കൈലാസ പർവ്വത വാഹനം, അതുപോലെ കുമാരപൂവിലെ വെള്ളക്കുതിര എന്നിവയൊക്കെ പണി കഴിപ്പിച്ചു. കൂടാതെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ വന്നു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ കൊണ്ടുവന്നത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ വന്നു. കൊല്ലത്ത് ഹജൂർ കച്ചേരി വന്നു. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ശുചീന്ദ്രം കൈലാസപർവ്വത വാഹനം, അതുപോലെ കുമാരപൂവിലെ വെള്ളക്കുതിര എന്നെല്ലാം പണി കഴിപ്പിച്ചതെല്ലാം നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. അതുപോലെ കണ്ടെഴുത്ത് നടത്തി. കണ്ടെഴുത്ത് എന്താന്നുള്ളത് പറയാം. കണ്ടെഴുത്തും കേട്ടെഴുത്തും ഒക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിക്കുക, അങ്ങനെ ഒരു ഏർപ്പാടൊക്കെ ആര് ചെയ്തിരുന്നു? വേലുത്തമ്പി ദളവ ചെയ്തിരുന്നു. അപ്പൊ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചു. പിന്നെ വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട കോൺട്രിബ്യൂഷൻസ് ആണ്. ശുചീന്ദ്രം കൈലാസ പർവ്വത വാഹനം, കുമാരപൂവിലെ വെള്ളക്കുതിര എന്നിവയൊക്കെ പണി കഴിപ്പിച്ചു. പിന്നെ കണ്ടെഴുത്ത് നടത്തി. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം അടിമച്ചന്ത സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അടുത്തൊരു പോയിന്റാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. ഈ ഒരു ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. തിരുവിതാംകൂർ പട്ടാള ലഹള. ഇത് ഇയർ നോട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം കുറച്ച് ഇയേഴ്സ് നമുക്ക് തന്നിട്ട്, അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങൾ തന്നിട്ട് അതിനെ കാലഗണനാ ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. ഓക്കെ, NCA ക്വസ്റ്റ്യൻ പേപ്പറിലാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ പട്ടാള ലഹള, കുറിച്യർ ലഹള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓർഡർ ആക്കണം. അപ്പോൾ ഇതിൻ്റെ വർഷം അറിയണം. തിരുവിതാംകൂർ പട്ടാള ലഹള 1804ലാണ് തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത്. ഇതെന്താണ് ഈ തിരുവിതാംകൂർ പട്ടാള ലഹള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേലുത്തമ്പി ദളവ ഒരു നീക്കം നടത്തി. അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? പട്ടാള ലഹള നടന്നത്. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് വെട്ടിക്കുറയ്ക്കുവാനുള്ള വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അപ്പൊ ഈ സമയത്ത് നായർ ബ്രിഗേഡിന്റെ ആ ഒരു നേതാവ് അല്ലെ മേധാവിയായിരുന്നത് കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. കൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ 1802ലാണ് വേലുത്തമ്പി ദളവ വേലുത്തമ്പി നമ്മുടെ തിരുവിതാംകൂറിന്റെ ദളവയാകുന്നതെന്ന് പറഞ്ഞു, അവിട്ടം തിരുനാളിന്റെ കാലഘട്ടത്ത്. അപ്പൊ ആ ഒരു അവിട്ടം തിരുനാൾ എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജാവ് ഏറ്റവും ദുർബലനായിട്ടുള്ള രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണസമയത്ത് ആ ഒരു തിരുവിതാംകൂറിൽ അദ്ദേഹം ഭരിച്ചിരുന്ന പ്രദേശങ്ങളിലെല്ലാം കുറച്ച് പ്രമുഖന്മാരുണ്ടായിരുന്നു. രാജാവ് വളരെ ദുർബലനായതുകൊണ്ട് അവിടുത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. നമ്മൾ പരിചയപ്പെട്ട് വെക്കേണ്ട 3 വ്യക്തികൾ, അല്ലെങ്കിൽ ആ സമയത്ത് ഭരണം നടത്തിയിരുന്ന 3 പ്രമുഖന്മാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഒന്ന് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. പിന്നെ ഒരെണ്ണം ശങ്കരനാരായണൻ ചെട്ടി. മാത്തു തരകൻ. അപ്പൊ രാജാവ് ദുർബലനായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭരണം നടത്തിയിരുന്ന ഭരണം കയ്യാളിയിരുന്ന 3 പ്രമുഖന്മാരായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നിവര്. അപ്പോൾ ഇവര് വളരെ ദൂർത്തടിച്ചും ബാക്കിയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊക്കെയാണ് ഇവർ അവരുടെ ആർഭാട ജീവിതം നയിച്ചിരുന്നത്. 1799 ദളവയുടെ നേതൃത്വത്തില് ഈ ഭാഗത്തെ ഈ തിരുവിതാംകൂറിലെ ജനങ്ങള് ഈ 3 ത്രിമൂർത്തികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു പ്രക്ഷോഭം നടത്തുകയാണ്. ഓക്കെ, ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് ചിറയൻകീഴ് പ്രക്ഷോഭം. ചിറയൻകീഴ് പ്രക്ഷോഭം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? വേലുത്തമ്പി ദളവയുമായി വരുന്ന ഒരു പ്രക്ഷോഭമാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് വരുന്നത്. അപ്പൊ എന്താണ് ഈ സമയത്ത് പ്രക്ഷോഭം? ഓക്കെ, നമ്മുടെ അവിട്ടം തിരുനാളിന്റെ കാലത്ത് ഭരണത്തെ കയ്യാളിയിരുന്ന 3
വ്യക്തികൾ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നിവർ. അപ്പോൾ ഈ 3 പ്രമുഖർക്കെതിരെ എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ജനങ്ങള് ഒരു പ്രക്ഷോഭം നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ എവിടെ മുതലാണ്? നാഞ്ചി നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നടന്ന ഒരു പ്രക്ഷോഭമാണ്. ഓക്കെ, തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് ജാഥയൊക്കെ സംഘടിപ്പിച്ചത്, നാഞ്ചിനാട് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ഈ ഒരു ഈ 3 വ്യക്തികളിൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നീ 3 പേര്. അപ്പോൾ രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന ഈ മാത്തു തരകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൂമി കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ഒരു ഓർഡർ ഇട്ടു. ഓക്കെ, ഇദ്ദേഹം ഒരു ദളവയായി വന്ന ശേഷം ഈ മാത്തു തരകന്റെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടണം. അതിന് മാത്രം ഇദ്ദേഹം ദൂർത്തടിച്ച് നാടിന്റെ ഒരു സമ്പത്ത് കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ പറയുകയാണ് ആരുടെ മാത്തു തരകന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടണമെന്ന്. പക്ഷേ കേണൽ മെക്കാളെ എന്ത് ചെയ്തു? ഈ ഉത്തരവ് റദ്ദ് ചെയ്തു. അപ്പൊ അത് കാരണം കേണൽ മെക്കാളയുമായിട്ട് വേലുത്തമ്പി ദളവയ്ക്ക് ഒരു സ്വരച്ചേർച്ച ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, കേണൽ മെക്കാളയാണ് എന്ത് ചെയ്തത്? നമ്മുടെ വേലുത്തമ്പി ദളവ മാത്തു തരകന്റെ ഭൂമി കണ്ടുകെട്ടണമെന്നൊരു ഓർഡർ കൊണ്ടുവന്നു. ആ ഓർഡർ റദ്ദ് ചെയ്ത് അല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിച്ചു വെച്ചത് ആരാണ്? കേണൽ മെക്കാളയായിരുന്നു. അപ്പൊ 1800കളിലാണ് ഈ മെക്കാളെ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയൊക്കെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് നിയമിതനാവുന്നത്. ഇദ്ദേഹം വരുന്നത് 1802 വേലുത്തമ്പി ദളവ. ഓക്കെ, അങ്ങനെ 1805 അങ്ങനെ മെക്കാളയുമായിട്ടൊരു സ്വരച്ചേർച്ച വന്നപ്പോൾ എന്താണ് ഇദ്ദേഹത്തോട്, ഈ ഒരു വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന വ്യക്തിയോട് ബ്രിട്ടീഷുകാർക്ക് പൊതുവെ ഒരു അരിശമായി. അങ്ങനെ 1805 ഒരു വലിയ തുക കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ദളവയോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ദളവ എന്ത് ചെയ്യണം? വേലുത്തമ്പി ദളവ 1805 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് പറയുകയാണ് ഒരു വലിയ തുക കപ്പം കൊടുക്കണം, ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേലുത്തമ്പി ദളവയ്ക്ക് ഇത് തീരെ ഉൾക്കൊള്ളാനായില്ല. അപ്പോൾ ഇതിൽ കുപിതനായിട്ടുള്ള ദളവ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് കുണ്ടറ വിളംബരം. ഓക്കെ, കുണ്ടറ വിളംബരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരത്തിന്റെ വർഷം എന്താണ്? 1809 ജനുവരി മാസം 11 എന്ത് ചെയ്യുന്നത്? കുണ്ടറ വിളംബരം നടത്തുന്നത്. ആര്? വേലുത്തമ്പി ദളവ. ഈ കുണ്ടറ വിളംബരത്തിന്റെ വർഷം എങ്ങനെ ആലോചിച്ച് വെക്കാം നമുക്ക്? ഈ വേലുത്തമ്പി ദളവ ഒരു കുണ്ടിൽ പോയി വീണപ്പോൾ എന്ത് ചെയ്തു? 18 എന്നുള്ളത് അങ്ങ് പകുതിയായി എന്നുള്ളത് ആലോചിക്കാം കേട്ടോ. 18 എന്നുള്ള സംഖ്യ അങ്ങ് പകുതിയായി. നോക്കിയേ, 18ന്റെ പകുതിയല്ലേ ഈ 9 എന്ന് പറയുന്നത്. അപ്പം കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ ഒരു കുണ്ടിൽ പോയി, ഒരു കുണ്ടെന്ന് പറയുമ്പോൾ കുഴി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കുണ്ടിൽ പോയിട്ട് വീണു. അപ്പൊ എന്ത് ചെയ്തു? ഈ 18 എന്ന് പറയുന്ന സംഖ്യ പകുതിയായി അങ്ങ് മാറി. അങ്ങനെ 1809 ജനുവരി മാസം 11 നമ്മുടെ എന്ത് നടക്കുന്നത്? കുണ്ടറ വിളംബരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഒരു കുണ്ടറ വിളംബരത്തിലൂടെ നമ്മുടെ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. 984 കൊല്ലവർഷം ചോദിക്കുകയാണെങ്കിൽ 984 മകരം 1 കുണ്ടറ വിളംബരം നടക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ദുർഭരണം തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കുണ്ടറ വിളംബരം ആര് കൊണ്ടുവരുന്നത്? ആര് പ്രഖ്യാപിച്ചത്? വേലുത്തമ്പി ദളവ. ഇതിന്റെ മുദ്രാവാക്യം എന്താണ്? നാട് നാട്ടുകാർ ഭരിക്കും. നാട് നാട്ടുകാർ ഭരിക്കും എന്നതായിരുന്നു ഈ ഒരു കുണ്ടറ വിളംബരത്തിന്റെ മുദ്രാവാക്യം. നാട് നാട്ടുകാർ ഭരിക്കും. ക്ലിയർ ആയോ? ഇനി കുണ്ടറ വിളംബരത്തിന്റെ ഭാഗമായിട്ട് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധമാണ് 1809 ജനുവരി 15 നടന്ന കൊല്ലം യുദ്ധം. കൊല്ലം യുദ്ധം എന്നത് കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു യുദ്ധമാണ്. ഒന്ന് ഓർത്തു വെച്ചേക്കുക. 1809 ജനുവരി 15 ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നത്, കൊല്ലം യുദ്ധം. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം. അതുകൂടി ഓർത്തു വെക്കണം. ദക്ഷിണേന്ത്യയിലെ
കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം. അതുപോലെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് എവിടെയാണ്? ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. ഇളമ്പല്ലൂർ ക്ഷേത്രം. ഇളമ്പല്ലൂർ ക്ഷേത്രം. ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത്. കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം. എന്താണ്? യൂറോപ്യന്മാര് ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയമാണ് കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ ആ സമയത്തും നമ്മുടെ തിരുവിതാംകൂറിന്റെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നത് കേണൽ മെക്കാളെ ആയിരുന്നു. കേണൽ മെക്കാളെ എന്നാണ് തിരുവിതാംകൂറിന്റെ റെസിഡന്റായി നിയമിതനായത്? 1800-ലാണ്. വേലുത്തമ്പി ദളവ നമ്മൾ തിരുവിതാംകൂറിന്റെ അവിട്ടം തിരുനാളിന്റെ ദളവയായി മാറിയത് 1802-ലുമാണ്. 1802 മുതൽ 1809 വരെ ഇദ്ദേഹം ദളവ പോസ്റ്റിൽ തുടർന്നു. ഓക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ദളവയെ സഹായിച്ച വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ. അല്ലെ, പാലിയത്തച്ഛൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ദളവയെ സഹായിക്കുകയുണ്ടായി. അപ്പൊ ദളവയുടെയും പാലിയത്തച്ഛന്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ വസതി ആക്രമിച്ചു. എന്നാണ്? 1808 ഡിസംബർ മാസത്തില് നമ്മുടെ പാലിയത്തച്ഛനും ദളവയും കൂടി ചേർന്നിട്ട് മെക്കാളയുടെ വസതി ആക്രമിച്ചു. പക്ഷെ മെക്കാള അവിടുന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിക്കുകയാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചു. അതോടുകൂടി ദളവയും പാലിയത്തച്ഛനും ആ ഒരു കൂട്ടുകെട്ടങ്ങ് അവസാനിച്ചു. ഇനി ദളവ ജീവത്യാഗം ചെയ്ത വർഷത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദളവ ജീവത്യാഗം ചെയ്ത വർഷമാണ് 1809. 1809 മാർച്ച് 29. 1809 മാർച്ച് 29-നാണ് ദളവ ജീവത്യാഗം ചെയ്തത്. എവിടെ വെച്ചിട്ടാണ്? മണ്ണടി ക്ഷേത്രം. മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ജീവത്യാഗം ചെയ്തത്. ഇത് എവിടെയാണ്? മണ്ണടി ക്ഷേത്രം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, വേലുത്തമ്പി ദളവ സ്മാരകം എവിടെയാണ്? അതും മണ്ണടിയിൽ തന്നെയാണ്. അപ്പൊ ഈ വേലുത്തമ്പി ദളവ മരണപ്പെടുന്ന സമയത്ത് അല്ലെ ജീവത്യാഗം ചെയ്യുന്ന സമയത്ത് ദളവയായിരുന്നത് ഉമ്മിണിത്തമ്പിയാണ്. അവിട്ടം തിരുനാളിന്റെ ദളവയായിരുന്നത് ഉമ്മിണിത്തമ്പിയാണ്. ഓക്കെ, അപ്പോൾ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത് ആരാണ്? കേണൽ ലീഗർ ആണ്. കേണൽ ലീഗർ. എന്നിട്ടും ബ്രിട്ടീഷുകാർക്ക് വേലുത്തമ്പി ദളവയോടുള്ള അരിശം ഒടുങ്ങിയില്ല. അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ണമൂലയിൽ കൊണ്ടുവന്ന്, തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ പഴശ്ശിരാജയുടെ കേസിൽ എങ്ങനെയായിരുന്നു? തോമസ് ഹാവേ ബേബർ പറഞ്ഞത് എന്തായിരുന്നു? അദ്ദേഹം ഒരു നാട്ടിന്റെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമതി കൊടുക്കണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയത്. പക്ഷെ ഇവിടെ വേലുത്തമ്പി ദളവയോടുള്ള അത്രയും അരിശം തീരാത്ത ബ്രിട്ടീഷുകാര് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കണ്ണമൂലയിൽ അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിലായിരുന്നു. ഡൽഹിയിലായിരുന്നു. പിന്നീട് ഈ നേപ്പിയർ മ്യൂസിയം പുതുക്കി പണിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്, നേപ്പിയർ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആദ്യം നേപ്പിയർ മ്യൂസിയത്തിലായിരുന്നു ഈ വാള് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് നേപ്പിയർ മ്യൂസിയം പുതുക്കി പണിതപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ശേഷം നേപ്പിയർ മ്യൂസിയത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയുമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിലെ കോയിത്തമ്പുരാൻ രാജാവിന് ദളവ സമർപ്പിച്ച വാളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് സെക്രട്ടേറിയറ്റിനകത്തായിരുന്നു ഈ ദളവയുടെ പ്രതിമ ഇപ്പൊ സ്ഥാപിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിനകത്താണ്. അതുപോലെ പുറത്തുള്ള പ്രതിമ ആരുടേതാണ്? മാധവറാവുവിന്റെയാണ്. ടി മാധവറാവുവിന്റെയാണ്. വേലുത്തമ്പി ദളവ കോളേജ് ഉണ്ട്, അത് ധനുവച്ചപുരത്താണ്. അതുപോലെ വേലുത്തമ്പിയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2010. നാട്ടുകൂട്ടം ഇളക്കം നടത്തിയത് ആരാണ്? ഇതൊരു PSCയുടെ മുൻവർഷ ചോദ്യമാണ്. എന്താണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന് നമുക്ക് നോക്കാം. നാട്ടുകൂട്ടം ഇളക്കം എന്താന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഇത് PYQ ആണ് കേട്ടോ. അപ്പൊ എന്താണ്
അതായത് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു ആദ്യം സേവനം അനുഷ്ഠിച്ചിരുന്നത്. അതായത് ഒരു അക്കൗണ്ടന്റ് പോസ്റ്റ് പോലെ മുളകുമടിശീലക്കാരൻ എന്നാണ് അതിന് പറയുക. ഈ മുളകുമടിശീലക്കാരനായി വന്നിരുന്ന വേലുത്തമ്പിയാണ് പിന്നീട് ദളവ പോസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനം ചെയ്യുന്ന കാലയളവിൽ തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്ന ത്രിമൂർത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു ശങ്കരൻ നമ്പൂതിരി, ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. അപ്പൊ ഇദ്ദേഹം നടത്തിയ അഴിമതിക്കെതിരെ തിരുവിതാംകൂറിലെ ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ദളവ നടത്തിയ ഒരു പ്രക്ഷോഭം, അതാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ദളവ പ്രശസ്തനാവുകയാണ്. ഓക്കെ, അപ്പൊ ദളവയെ ആളുകൾക്കൊക്കെ അവിടെ വളരെ പ്രിയപ്പെട്ടവനായി തുടങ്ങി. അപ്പൊ ആ രീതിയിലാണ് ദളവ പിന്നീട് എന്ത് ചെയ്യുന്നത്, പ്രശസ്തനായി മാറുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പാലിയത്തച്ഛന്മാരെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല കേട്ടോ. പാലിയം തറവാട്ടിലെ മുതിർന്ന പുരുഷന്മാർക്ക് ഈ അച്ഛൻ എന്ന പദവി കൊച്ചി രാജാവ് നൽകിയിട്ടുള്ളതാണ്. മനസ്സിലായോ? പാലിയം തറവാട്ടിലെ മുതിർന്ന പുരുഷന്മാർക്ക് അച്ഛൻ എന്ന പദവി കൊച്ചി രാജാവ് നൽകിയിട്ടുള്ളതാണ്. അപ്പം മുതിർന്ന അംഗത്തെ വലിയ അച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? കൊച്ചി രാജ്യത്തെ പാലിയത്ത് എന്ന് പറയുന്ന പ്രമുഖ നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛന്മാർ എന്ന് അറിയപ്പെടുന്നത്. 1632 മുതൽ 1809 വരെയുള്ള ഈ ഒരു സമയത്ത് കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യൻ എന്ന പദവി വഹിച്ചിരുന്നത് ഈ പാലിയത്തച്ഛന്മാരായിരുന്നു. ഓക്കെ, മന്ത്രി മുഖ്യൻ എന്ന് പറയുന്ന ആ ഒരു പദവി വഹിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരായിരുന്നു. നമ്മൾ പറഞ്ഞു പാലിയം തറവാട്ടിലെ മുതിർന്ന പുരുഷന്മാർക്ക് അച്ഛൻ എന്ന പദവി കൊച്ചി രാജാക്കന്മാർ കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛന്മാർ എന്നറിയപ്പെടുന്നത്. 1632 മുതൽ 1809 വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് എന്താണ്, കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യന്മാരായിരുന്നു ഈ പാലിയത്തച്ഛന്മാര്. ഒരുപാട് പാലിയത്തച്ഛന്മാര് മന്ത്രി മുഖ്യന്മാരായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എടുത്തു പഠിക്കേണ്ടത് പാലിയത്ത് ഗോവിന്ദൻ കോമി അച്ഛനെ കുറിച്ചാണ്. ഓക്കെ, വേലുത്തമ്പി ദളവയുടെ സമകാലികനായിട്ടുള്ള പാലിയത്ത് ഗോവിന്ദൻ കോമി അച്ഛനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം. ഇവരുടെ ആസ്ഥാനം, പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചേന്ദമംഗലമാണ്. ചേന്ദമംഗലം. ഓക്കെ, ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ആസ്ഥാനം. അത് എറണാകുളം ജില്ലയാണ് കേട്ടോ. അപ്പൊ രാജാവ് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ അധികാരവും പദവിയും സമ്പത്തും ഒക്കെ ഉള്ള ആളുകളായിരുന്നു ഈ പാലിയത്തച്ഛന്മാര്. ഇനി ഈ ചേന്ദമംഗലം ഇവിടെ ഒരു 101 മാളിക എന്ന് പറയുന്ന ഒരു കൊട്ടാരം പോലെ. ഓക്കെ, 101 മാളിക എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാന മന്ദിരമാണ് ഈ 101 മാളിക. ഏകദേശം 101 ഫാമിലിക്ക് ഈ ഒരു മാളികയിൽ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയൊരു മാളികയാണ്. അപ്പൊ ഡച്ചുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് പാലിയത്തച്ഛൻ നിർമ്മിച്ച ഡച്ച് മോഡൽ കൊട്ടാരമാണ് ഇവരുടെ ആസ്ഥാനം. ഇന്നും ഇവരുടെ ആസ്ഥാനം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈശ്വര സേവാ ട്രസ്റ്റിനെ കുറിച്ചാണ്. ഈശ്വര സേവാ ട്രസ്റ്റ് അതെന്താണ്? അതായത് ഈ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പാലിയം സ്വത്തുക്കൾ നോക്കി നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് ഈശ്വര സേവാ ട്രസ്റ്റ്. മനസ്സിലായോ? കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പാലിയം സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ വേണ്ടി രൂപീകരിച്ച ട്രസ്റ്റാണ് ഈശ്വര സേവാ ട്രസ്റ്റ്. ഇനി നമുക്ക് പാലിയം സത്യാഗ്രഹത്തെ കുറിച്ചൊന്ന് നോക്കാം. പാലിയം സത്യാഗ്രഹം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരുപാട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. PSC ചോദിച്ചിട്ടുണ്ട് പാലിയം സത്യാഗ്രഹത്തെ കുറിച്ച്. പാലിയം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ 1947 നടന്നത്. 1947 നടന്നു. ഏകദേശം 97 ദിവസം നീണ്ടു നിന്ന ഒരു സത്യാഗ്രഹമാണിത്. അപ്പോൾ കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നാന്ദിയായിട്ടുള്ള സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നാന്ദിയായ കാരണമായ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. അപ്പൊ എന്താണ് ഈ പാലിയം സത്യാഗ്രഹം? പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡ്, ചേന്ദമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും അതുപോലെ താഴ്ന്ന ജാതിക്കാർക്കും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഈ പാലിയം സത്യാഗ്രഹം. അല്ലെ, സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്ദമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ്
ഈ ഒരു പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, 1947 ഡിസംബർ 4 1947 ഡിസംബർ 4 മാറ്റപ്പാടം മൈതാനത്ത് വെച്ച് സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. സി കേശവൻ എന്ത് ചെയ്തു? മാറ്റപ്പാടം മൈതാനത്ത് വെച്ച് 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ പാലിയം റോഡ്, അതായത് നമ്മൾ പറഞ്ഞു പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ സമരമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം ഈ പാലിയത്തച്ഛന്മാർ, അവിടുത്തെ പാലിയത്തച്ഛന്മാർ എന്താ ചെയ്തത്? ഈ പാലിയം സ്വകാര്യ റോഡാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങിയിട്ട് സമരം അടിച്ചമർത്തി. മനസ്സിലായോ? പക്ഷേ ഇതിന് വമ്പിച്ച ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ പാലിയം സത്യാഗ്രഹത്തിന് വമ്പിച്ച ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും SNDPയുടെയും പുലേ മഹാസഭയുടെയും അതുപോലെ ആര്യ പള്ളത്തിന്റെ നേതൃത്വത്തിലുള്ള അന്തർജനങ്ങളുടെ അടക്കം, തമ്പുരാക്കന്മാരുടെ അടക്കം പിന്തുണ ഈ ഒരു സമരത്തിന് ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ആണ്ടവൻ വൈദ്യൻ ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെടുകയും അവിടുന്ന് മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1948 മാർച്ച് 12 അവർണരോടൊപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ കടക്കും എന്ന് പറഞ്ഞിട്ട് AKGയുടെ ഒരു പ്രഖ്യാപനം വരികയാണ്. അദ്ദേഹത്തെയും അതിനു മുൻപ് തന്നെ, അതായത് മാർച്ച് 12 ക്ഷേത്രത്തിൽ കടക്കുന്ന AKG പ്രഖ്യാപിക്കുന്നത് 1948 മാർച്ച് 12. ആ ഒരു ഡേറ്റിന് മുൻപ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മാർച്ച് 6 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പഠിക്കാനുള്ളത്, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചു. ആരാണ് സൗഹൃദ ജാഥ നയിച്ചത്? ഇതൊരു PYQ ആണ് കേട്ടോ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യയാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത്. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി, പാലിയം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? പാലിയം രക്തസാക്ഷി ആരാണ്? പാലിയം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് AG വേലായുധനാണ്. AG വേലായുധൻ. ഓക്കെ, AG വേലായുധനാണ് പാലിയം രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണത്തോട് കൂടിയിട്ട് പാലിയം സത്യാഗ്രഹം പിൻവലിക്കുകയാണ്. ഏകദേശം 97ഓളം ദിവസം നീണ്ടുനിന്ന പാലിയം സത്യാഗ്രഹം നമ്മുടെ AG വേലായുധന്റെ ഒരു രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച് അത് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേലുത്തമ്പിയുടെ സമകാലികനായിട്ടുള്ള പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനെ കുറിച്ച് പഠിക്കാം. ഇത്രയും നേരം നമ്മൾ പൊതുവായിട്ട് പാലിയത്തച്ഛന്മാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വേലുത്തമ്പിയുടെ സമകാലികനായിട്ടുള്ള പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനാണ്. പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ. ഇദ്ദേഹമാണ് നമ്മുടെ വേലുത്തമ്പി ദളവയും ഒക്കെയായി ചേർന്ന് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്നത്. കോമിയച്ചൻ. പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ ശക്തൻ തമ്പുരാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ഈ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദളവയുമായി ചേർന്നിട്ട് പാലിയത്തച്ഛന്റെ സംയുക്ത സൈന്യം മെക്കാളയുടെ വസതി ആക്രമിച്ചു എന്നൊക്കെ അല്ലെ. അന്ന് പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഈ ഗോവിന്ദൻ കോമിയച്ചനായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ബ്രിട്ടീഷുകാർക്കും രാജ്യദ്രോഹികളായിട്ടുള്ള സ്വദേശികൾക്കുമൊക്കെ എതിരെ സന്ധിയില്ലാ സമരം നയിച്ച് വീരമൃത്യു വരിച്ച ഒരു ധീരദേശാഭിമാനിയായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ, അതുപോലെ തന്നെ രാജ്യദ്രോഹികളായിട്ടുള്ള സ്വദേശികൾക്കുമൊക്കെ എതിരെ സന്ധിയില്ലാ സമരം നയിച്ചുകൊണ്ട് വീരമൃത്യു വരിച്ച ഒരു വ്യക്തിയാണ് ആര്? ധീര ദേശാഭിമാനിയായിട്ടുള്ള നമ്മുടെ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ. അപ്പൊ 1800-കളിലൊക്കെയാണ് ഇദ്ദേഹം ഒരു പാലിയത്ത് അച്ഛനായിട്ട് വരുന്നത് കേട്ടോ. 1800-കളിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു സമയം. പോയിന്റ് എന്താണ്? നമ്മുടെ ഈ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനും അതുപോലെ ദളവയും ചേർന്നിട്ട് മെക്കാളോയുടെ വസതി ആക്രമിച്ചു. അദ്ദേഹം അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ദളവയുമായി ചേർന്ന് പോരാടുന്നതിനിടയിൽ ഈ ഗോവിന്ദൻ കോമിയച്ചനെ ബ്രിട്ടീഷുകാർ പിടികൂടിയിട്ട് എങ്ങോട്ട് അയച്ചു? മദ്രാസിലേക്ക് അയച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തെ ഒരു ജയിലിലേക്ക് അയക്കുകയാണ്. അതായത് സെന്റ് ജോർജ് കോട്ടയിൽ തടവുകാരനാക്കി പിന്നീട് ബോംബെയിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. ഓക്കെ, എന്തിനിടയിലാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ് ദളവയുമായി ചേർന്നിട്ട്. ദളവയും നമ്മുടെ പാലിയത്ത് ഗോവിന്ദൻ അച്ഛന്റെയും കൂട്ടുകെട്ട് ഈ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടുകൂടി അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു.
അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ദളവയുമായി ചേർന്ന് പോരാടുന്നതിനിടയിൽ നമ്മുടെ ഈ ഗോവിന്ദൻ കോമിയച്ചനെ ബ്രിട്ടീഷുകാർ പിടികൂടിയിട്ട് മദ്രാസിലേക്ക് നാട് കടത്തി. അവിടെ സെന്റ് ജോർജ് കോട്ടയില് തടവുകാരനാക്കി. സെന്റ് ജോർജ് കോട്ടയിലെ തടവുകാരനാക്കി. പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ബോംബെയിലേക്ക് കൊണ്ടുപോയി. മനസ്സിലായോ? ആരെ? ഗോവിന്ദൻ കോമിയച്ചനെ. പിന്നീട് 1832 ഇദ്ദേഹം അന്തരിച്ചു. 1832 നമ്മുടെ ഈ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ അന്തരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അദ്ദേഹത്തിന് ശേഷം പിന്നീട് കൊച്ചിയിൽ പ്രധാനമന്ത്രി പദവി ഇല്ലാതാക്കി. ഓക്കെ, ഇദ്ദേഹം ശക്തൻ തമ്പുരാന്റെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ശേഷം കൊച്ചിയിൽ പ്രധാനമന്ത്രി പദവി ഇല്ലാതാക്കി. പകരം വന്നത് ദിവാൻ പദവിയായിരുന്നു. ദിവാൻ പദവി. പിന്നീട് 1947 ശേഷം ഈ ദിവാൻ പദവിയും റദ്ദ് ചെയ്തു. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഗോവിന്ദൻ അച്ഛന്റെ പരാജയത്തിന് ശേഷം കൊച്ചി ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലെ ഒരു സംരക്ഷിത നാട്ടുരാജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാലിയത്തച്ഛനെ കുറിച്ചും അതുപോലെ വേലുത്തമ്പി ദളവയെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ടുള്ളത്. ഇനി 2 ബുക്സ് കൂടി പരിചയപ്പെടാം. അതോടുകൂടി ഈ ക്ലാസ് കഴിയും. പാലിയത്തച്ഛന്മാരെ കുറിച്ചുള്ള 2 കൃതികൾ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഇതുവരെ ചോദിച്ചിട്ടുമില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. പാലിയം ഹിസ്റ്ററി 2 ബുക്സ് ആണ്. ഒന്ന് പാലിയം ഹിസ്റ്ററി. ഇതൊരു പുസ്തകം. ഇത് എഴുതിയത് M.R. രമാദേവിയാണ്. M.R. രമാദേവി. ഇതുവരെ ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ കണ്ടതൊന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ. പാലിയം ഹിസ്റ്ററി. പിന്നെ വരുന്നത് പാലിയം ചരിത്രം. ഈ പാലിയം ചരിത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരി രാമചന്ദ്രനാണ്. ശ്രീകുമാരി രാമചന്ദ്രനാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള PYQs എന്ന് പറയുമ്പോൾ നമ്മുടെ കുണ്ടറ വിളംബരത്തിന്റെ വർഷം ചോദിക്കാറുണ്ട്. 1809 ജനുവരി 11 ആണെന്ന് നമുക്കറിയാം. അതുപോലെ 984 മകരം 1 ആണ് മലയാള വർഷം അല്ലെ കൊല്ലവർഷം പറയുന്നത്. ക്ലിയർ ആയല്ലോ? കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് കണ്ടക്ട് ചെയ്തത് ആരാണെന്ന്. പിന്നീട് വരുന്നത് തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏതാണ്? UP അസിസ്റ്റന്റ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് കാണാം തലക്കുളമാണ് അല്ലെ? തലക്കുളം. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. എന്താണ്? തലക്കുളം തറവാട്ടില് കൽക്കുളം വില്ലേജിലാണ് ഇദ്ദേഹം ജനിച്ചത്. തലക്കുളം എന്നത് തറവാടും കൽക്കുളം എന്നത് വില്ലേജുമാണ്. ഓക്കെ, പിന്നീട് വരുന്നത് ആ ഒരു മൂവർ സംഘത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിട്ടം തിരുനാളിന്റെ സമയത്ത് ദുർബലനായ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ. അദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് കുറച്ച് അധികാരങ്ങളൊക്കെ കൈയാളിയിരുന്ന 3 ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരൊക്കെയായിരുന്നു? ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂ തരകൻ. പിന്നെ ചിറയൻകീഴ് പ്രക്ഷോഭം പറഞ്ഞിരുന്നു. ചിറയൻകീഴ് പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഈ ത്രിമൂർത്തികളുടെ ഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ നാഞ്ചുനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ പ്രക്ഷോഭമായിരുന്നു ചിറയൻകീഴ് പ്രക്ഷോഭം. ഇനി നാട്ടുകൂട്ടം ഇളക്കമാണ് ചോദിക്കുന്നതെങ്കിലോ? നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറയുന്നത് അതും വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന കാര്യമാണ്. അതെന്തായിരുന്നു? ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്കെതിരെ, മറ്റേത് 3 പേർക്കും എതിരെയാണ് ചിറയൻകീഴ് പ്രക്ഷോഭം നടത്തിയത്. എന്നാൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു ദളവയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇളകി നടത്തിയ ഒരു സംഭവമാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് തിരുവിതാംകൂർ പട്ടാള ലഹള, അതിന്റെ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1804 ഓക്കെ, കാലഗണന ക്രമത്തിലാക്കാനൊക്കെ ചോദിക്കാം. വേലുത്തമ്പി ദളവയുടെ സമകാലികനായിട്ടുള്ള പാലിയത്തച്ഛൻ ആരാണ്? പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനാണ്. അദ്ദേഹത്തെ നാട് കടത്തിയത് മദ്രാസില് സെന്റ് ജോർജ് കോട്ടയിൽ തടവുകാരനാക്കുകയും പിന്നീട് ബോംബെയിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. പാലിയം സത്യാഗ്രഹത്തിന്റെ വർഷം നോട്ട് ചെയ്യണം. 1947 ആണ്. പിന്നെ C. കേശവനാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെ? C. കേശവനല്ലേ സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് C. കേശവനാണ്. പാലിയം രക്തസാക്ഷി AG വേലായുധനാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കുണ്ടറ വിളംബരത്തിന്റെ വർഷം 1809 ജനുവരി 11 ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നാട്ടുകാർ ഭരിക്കും എന്നൊരു മുദ്രാവാക്യം കൂടി ഈ കുണ്ടറ വിളംബരത്തിന് ഉണ്ട് കേട്ടല്ലോ. പിന്നെ ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809 മാർച്ച് 29 മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. പിന്നെ കണ്ണമൂലയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ട് കെട്ടി തൂക്കിയെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ്
കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയുക. അതുപോലെ തന്നെ ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് നമ്മുടെ ക്ലാസ്സുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാതെ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ വീട്ടിൽ നിന്ന് സാഹചര്യമില്ലാത്ത ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് കൂടി ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മുടെ ക്ലാസ്സുകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വിസുകൾ, ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ, വീക്ക്ലി എക്സാംസ്, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ചാറ്റ് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു അവസരമെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മളുടെ തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. SCERT സീരീസ് കൂടി മറക്കാതെ ഓരോ ദിവസവും കണ്ട് നോട്ട് എഴുതി പഠിച്ചു പോവുക കേട്ടോ. SCERT സീരീസ് എന്ന് പറയുമ്പം മാറി വന്നിട്ടുള്ള SCERTയും പഴയ SCERTയും ഒരുപോലെ പഠിക്കണം. നമ്മൾ ടീച്ചേഴ്സ് ആവുന്നവർ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നല്ലൊരു അവബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ SCERT ചെയ്തു വരുന്നുണ്ട്. ഫിസിക്സ് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ബയോളജിയാണ് റണ്ണിങ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക. താങ്ക്